ഇന്നലെ നമ്മളുടെ രാജ്യത്ത് നടന്നത് വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകര ആക്രമണം. 26 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. 7 ഭീകരവാദികൾ ചേർന്ന് നടത്തിയ ഒരു യുദ്ധം എന്ന് തന്നെ പറയാം. ചോരപ്പുഴവ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറയുന്നത്. എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത, സൈഫുള്ള കസൂരിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ ഒരു ഭീകരാക്രമണത്തിന് പിന്നിലുള്ള വ്യക്തി സൈഫുള്ള കസൂരി എന്ന ഭീകരവാദിയാണ്. ഭീകരവാദം നമ്മളുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കി അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുമ്പോഴും 2026 ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നുകൂടി നമ്മളിലേക്ക് ചൂണ്ടുകയാണ്, നമ്മളെന്ന ജനത്തിലേക്ക് ചൂണ്ടുകയാണ്. ഈ സൈഫുള്ള കസൂരി ആരെന്ന് നമുക്ക് നോക്കാം. പാകിസ്ഥാനിലെ ആർമി കേണലായിട്ടുള്ള സഹീർ സിംഗ് ഖട്ടക്ക് ഒരിക്കൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പഞ്ചാബിൽ വിളിച്ചു വരുത്തിയിരുന്ന ഒരു മതവാദിയത എന്ന് പറയാം. അയാളാണ് സൈഫുള്ള കസൂരി. ഇയാൾ അന്ന് ഈ പഞ്ചാബിൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗമൊക്കെ നടത്തിയിരുന്നു. ഈ പഞ്ചാബിൽ മാത്രമല്ല, ഏകദേശം 2-3 സ്ഥലങ്ങളിലായിട്ട് ഇദ്ദേഹം ഇത്തരത്തിൽ ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രസംഗങ്ങളിലെല്ലാം ക്രോഡീകരിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 2 കാശ്മീർ പിടിച്ചെടുക്കും എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും ഇന്ത്യ വിരുദ്ധ, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധ പ്രസംഗങ്ങളായിരുന്നു നടത്തിയിരുന്നത്. ഇദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഈ ഭീകരവാദിയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള യുവാക്കളെ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ട്രെയിനിങ്ങുകൾ നടത്തുക, ഭീകരവാദ സംഘടനയിലേക്കുള്ള ട്രെയിനിങ്ങുകൾ നടത്തുക എന്നുള്ളതാണ്. ആർമിക്കും, പാകിസ്ഥാൻ ആർമിക്കും ISIക്കും വേണ്ടുന്ന ട്രെയിനിങ് ക്യാമ്പുകളിൽ മികച്ച ട്രെയിനിങ് നടത്തി അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഇയാളെ ഒരു മോട്ടിവേറ്റർ ആയിട്ടും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മോട്ടിവേഷൻ, ഈ ഭീകരവാദത്തിലെ മോട്ടിവേഷൻ ഏത് തരത്തിലാണെന്നുള്ളത് നമുക്കറിയാം. അത്തരത്തിൽ ഒരു മോട്ടിവേറ്റർ ആയിട്ട് കൂടി ഇയാളെ ഉപയോഗിച്ചിരുന്നു. ഇയാൾ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ഈ തലമുറകളെ ചൂസ് ചെയ്ത്, വേണ്ടുന്ന യുവാക്കളെ ചൂസ് ചെയ്തിട്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഇന്ത്യ വിരുദ്ധത അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത ഈ തലമുറയിൽ അടിച്ചേൽപ്പിച്ച്, അല്ലെങ്കിൽ അവരിലേക്ക് വിഷം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു ലഷ്കർ-ഇ-തൊയ്ബയുടെയും ഇത്തരത്തിലുള്ള ISIയുടെ ഒരു കമാൻഡർ എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇയാൾ ഒരു ലക്ഷറി കാറിലൊക്കെയാണ് ഇയാളുടെ സഞ്ചാരം. ലഷ്കർ-ഇ-തൊയ്ബയുടെ മിലിറ്ററി സംവിധാനങ്ങളാണ് ഇയാൾ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NIA ആണ് ഇപ്പോൾ പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. സൈഫുള്ള കസൂരി ആകാം, അതിൻ്റെ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ NIA പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ഇന്ത്യക്കാരെ ഉൾപ്പെടെ ഇത്തരത്തിൽ ട്രെയിനിങ് ക്യാമ്പുകൾ കൊണ്ടുവരികയും ഇന്ത്യക്കെതിരായിട്ട് തന്നെ അവരെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുത്ത് അവരെ അതിനെ പരിശീലിപ്പിക്കുകയും ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദുവിനെതിരെ ഉള്ള ഒരു കരുനീക്കത്തോടെ ഒരു ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് ഇയാൾ നടത്തിയിരുന്നത്. ഇയാൾ തന്നെയാണ് ഇന്ത്യയിലെ പല ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്. റിക്രൂട്ടിങ് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇയാളിലേക്ക് തന്നെയാണ് ഇപ്പോൾ എല്ലാം തന്നെ നീളുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ ഇയാളിലേക്ക് തന്നെയാണ് തോക്ക് ചൂണ്ടുന്നത്. ലഷ്കർ-ഇ-തൊയ്ബ, മിലിറ്ററി, പാകിസ്ഥാൻ ISI എന്നിവയുടെ ഒരു കമാൻഡർ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത്. ഇന്റലിജൻസ് വിഭാഗം ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഏകദേശം ഇന്ത്യയിൽ 3 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ഈ 3 ഇടങ്ങളിലും കാശ്മീരിനെ പിടിച്ചെടുക്കും, 2026 കാശ്മീരിനെ പിടിച്ചെടുക്കും എന്നുള്ളത് ഈ 3 ഇടങ്ങളിലും ഒരേ തരത്തിലാണ് ഇയാൾ പ്രസംഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിൽ സിവിലിയൻസിന് നേരെയാണ് ഇവർ ഓരോരുത്തരും നിറയൊഴിച്ചത്. ഓരോരുത്തരോടും ചെന്ന് ചോദിച്ചു, നീ മുസ്ലിമാണോ, നീ ഹിന്ദുവാണോ? മുസ്ലിം ആണെങ്കിൽ മാറി നിൽക്കുക, ഹിന്ദുവിന് നേരെ നിറയൊഴിക്കുകയാണ് ചെയ്തത്. മതമായിരുന്നു ഇവരുടെ ലക്ഷ്യം. മതത്തിന് നേരെയുള്ള കാര്യത്തിലേക്കാണ് അവർ തോക്കു ചൂണ്ടിയത്. നമുക്കറിയാം, ഇന്നലെ വളരെ വികാരഭരിതമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കണ്ണു നിറയുന്ന വീഡിയോ രംഗങ്ങളും
ഈ പറഞ്ഞിട്ടുള്ള പിക്ചേഴ്സും ഒക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിലൊക്കെ നമുക്ക് കണ്ണുനീര് തോന്നിയത് നിലവിൽ അടുത്തായി കല്യാണം കഴിച്ച 2 ദമ്പതികൾ ഭർത്താവിൻ്റെ അടുത്ത് ആ ഒരു ഭർത്താവ് മരിച്ചു കിടക്കുന്നതിനോടൊപ്പം വികാരങ്ങളൊന്നുമില്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരു പാവം പെൺകുട്ടിയുടെ ഒരു ചിത്രം അതാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. പലരും അലറി വിളിച്ച് ഓടുന്ന രംഗങ്ങൾ ഭയങ്കര ഭീകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു സ്ത്രീയെയും മകനെയും വെറുതെ വിട്ടു, എന്നെയും കൂടെ കൊല്ലൂ, ഞങ്ങളെയും കൂടെ കൊന്നേക്കൂ, ഭർത്താവിനെ കൊന്നു, ഇല്ല നീ ചെന്ന് നിന്റെ മോദിയോട് ചെന്ന് പറയണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇതിനു മുന്നേ ഇത്തരത്തിലുള്ള ഭീകര ആക്രമണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പക്ഷെ വർഷങ്ങളായിട്ട് ഇതെല്ലാം മറന്ന് ഇന്ത്യൻ ജനത സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കൊക്കെ പേടി തോന്നുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു കാലത്ത്. പക്ഷെ അവിടേക്കാണ് നിരവധി ടൂറിസ്റ്റുകൾ, നിരവധി വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 27 ലക്ഷം സന്ദർശകരാണ് ഓരോ വർഷവും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണയും നിരവധി സന്ദർശകർ, നമ്മുടെ രാജ്യത്തിലുള്ളവർ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുള്ള വ്യക്തികൾ പോലും ഇത്തരത്തിൽ സന്ദർശകർ പോലും സഞ്ചാരികൾ പോലും ഇത്തരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് കാശ്മീരിൻ്റെ ആ ഒരു മനോഹാരിത കാണാൻ നമ്മളൊക്കെ കൊതിച്ചിട്ടുണ്ടല്ലേ. നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാശ്മീരിൻ്റെ ആ മനോഹാരിത ഒന്ന് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ ഈ ഒരു തീവ്രവാദവും ഈ ഒരു യുദ്ധവും ഒക്കെ ആയിട്ട് പലരും അങ്ങോട്ടേക്ക് പോകാൻ മടിച്ചിരുന്നിടത്താണ് ഈ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതും ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയതും. ഒരു പക്ഷേ ഇത് ഈ തീവ്രവാദ സംഘടനകൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് പാകിസ്ഥാന് രസിക്കാത്തത് കൊണ്ടായിരിക്കാം അവിടേക്ക് ഇത്തരത്തിലുള്ള സിവിലിയൻസിന് നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. ഏതായാലും ആർമി ചോപ്പറുകളൊക്കെ അവിടെ ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. NIA ഉൾപ്പെടെയുള്ളവർ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത കുറച്ച് ബൈക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ അടുത്തതായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇത്തവണ 5 മടങ്ങ് സഞ്ചാരികൾ, നേരത്തെ ഉള്ളതിനേക്കാളും 5 മടങ്ങെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അത്രയേറെ വിനോദസഞ്ചാരികളാണ് കാശ്മീരിൽ എത്തിക്കൊണ്ടിരുന്നത്. 5 മടങ്ങ് സഞ്ചാരികളാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. സിവിലിയൻ ജീവിതത്തെ തകർക്കുക എന്നതാവാം ഒരു പക്ഷേ ഇവരുടെ ലക്ഷ്യം. നമുക്കറിയാം നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സൗദി സന്ദർശനത്തിനിടയിലാണ് ഈ ഒരു ഗ്യാപ്പിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സൗദി അറേബ്യയുമായി ഇന്ത്യക്കുള്ള ഒരു സൗഹൃദം ഇത് വളരെ ഊഷ്മളമായിക്കൊണ്ടിരിക്കുകയും ദൃഢമായിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ള ഉറപ്പിനുമേൽ അല്ലെ അത്തരത്തിലുള്ള ഇതിലേക്ക് പോകുമെന്നുള്ളതായിരിക്കാം ഇവയൊക്കെ കുറച്ചുകൂടി വ്രണപ്പെടുത്തിയത്, അതുമാകാം. ഏതായാലും ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇനി അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വെക്കുന്നു. എന്ത് തന്നെയായാലും ഒന്നറിയാം, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി കാശ്മീരിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നു. കാശ്മീരിൽ നമ്മൾ എല്ലാവരും സ്വപ്നം കണ്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി എന്നുള്ളതായിരിക്കാം ഇവരെ ഇത്തരത്തിൽ എന്താ പറയുന്നേ, അവർക്ക് ഇത്തരത്തിൽ വികാരമുണ്ടാക്കാനും ഇത്തരത്തിലുള്ള ക്രൂരത കാണിക്കാനും അവർക്ക് ഇടയായത്. അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും സൗദി അറേബ്യയും തമ്മിലുള്ള നമ്മളുടെ ഒരു കൂടിക്കാഴ്ചയും ഇന്ത്യയുമായി സൗദി അറേബ്യയുടെ ഒരു ഊഷ്മള ബന്ധവും അത്തരത്തിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം പാകിസ്ഥാനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധമായിരിക്കാം ഇവരെ ആക്കിയത്. അവരെ അതിൽ ഭയക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും ഇതിപ്പോൾ നേരെ തിരിയുന്നത് ഇപ്പം സൈഫുള്ള കസൂരി ഉണ്ടെങ്കിൽ അയാളാണ് എന്നുള്ളതാണ് ഏകദേശ തീരുമാനം വരുന്നത്. അങ്ങനെ അയാളാണെന്നുണ്ടെങ്കിൽ നേരെ പാകിസ്ഥാൻ ആർമിയിലേക്ക് ISIലേക്കും ഒക്കെയാണ് അന്വേഷണം തീരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ആർമി അറിയാണ്ട്, പാകിസ്ഥാൻ പട്ടാളം അറിയാണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളോ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ പാക് ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തും എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഇതിന് ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ നമ്മളുടെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ മതപരമായിട്ടോ ചിലപ്പോൾ ഇതിനകത്തെ എന്തെങ്കിലും ചില വഴക്കുകൾ ചില തർക്കങ്ങൾ ഉണ്ടെങ്കിലും
പക്ഷേ പുറത്തു നിന്ന് ഒരെണ്ണം നമ്മുടെ ഇന്ത്യൻ ജനതയെ തൊടാൻ നമ്മുടെ ഇന്ത്യൻ ജനത അനുവദിക്കില്ല. ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നിൽ നിൽക്കുകയാണ്. ഈ ഒരു ആക്രമണത്തെ മതഭേദമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിടും. ഇവര് ഒന്ന് ഞോണ്ടിയെടുത്ത് 100 മടങ്ങ് ഞോണ്ടാൻ ഇന്ത്യൻ ജനത തന്നെ ഉണ്ടായിരിക്കും. ഏതായാലും ഇനി വരും മണിക്കൂറുകളിൽ തന്നെ ഇത്രയേറെ, ഇപ്പോൾ 24 മണിക്കൂർ പോലും ആവാത്ത ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്രയൊക്കെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി തന്നെ മോദി പറഞ്ഞിരിക്കുന്നു, ഇതിന് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇനി യുദ്ധത്തിലേക്കാണോ മറ്റെന്തെങ്കിലും തരത്തിലേക്കാണോ എന്നുള്ളത് നമുക്ക് ഈ വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടറിയാം.